അത് തന്നെ. ഈ തീഷ്ണതയാണ് തോമസ് ലീഹായെ ഇവിടെ എത്തിച്ചതും അനേകരെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് മാറ്റിയതും. തോമസ് ലീഹ സംഭവം തന്നെ അല്ല വില്യംജി? അതെ മോനെ, ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ ഈ ശിഷ്യൻ ഇവിടെ വന്ന് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകി അവർക്ക് മാമോദിസ നൽകുകയും 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയോ, തോമസ് ലീഹയുടെ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളാണ് റമ്പാൻ പാട്ടിലുള്ളത്. റമ്പാൻ പാട്ടോ? ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. നമുക്കൊരു റമ്പാൻ പാട്ട് കേൾക്കാമല്ലോ. പ്രവർത്തനം വിവരിക്കുന്ന ഒരു കൃതികൾക്കായി സവിനയം സമർപ്പിക്കുന്നു. ഇതുപോലെ തന്നെയാ മാർഗംകളിയും. അതിലും തോമസ് ലീഹയുടെ പ്രേക്ഷിത വേലകളെ കുറിച്ചാണ് പറയുന്നത്. വലിയ മാർഗങ്ങൾക്കാരിയായിരുന്നു നിങ്ങളുടെ വില്യംജി. ഒന്ന് പോടാ തോമാച്ച. ആരാ വില്യംജി? ആ മക്കളെ, വട്ടത്തിൽ നിന്നുകൊണ്ടുള്ള ആ നൃത്തം ഒരു രസം തന്നെയായിരുന്നു. ഇതുപോലെ മരമോട് കല്ലുകൾ കനകും വെള്ളി
എന്തൊരു എനർജറ്റിക് ആണ് ഈ മാർഗം കളി. അതന്നെ, ഇതുപോലെ തന്നെ എനർജറ്റിക് ആയിരുന്നു തോമസ് ലീഹയുടെ പ്രവർത്തനങ്ങളും. തോമസ് ലീഹായുടെ ഈ തീഷ്ണതയും ധൈര്യവും അവന്റെ ശത്രുക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിന്നമലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരവനെ കുന്തം കൊണ്ട് കുത്തി. അങ്ങനെയാണ് നമ്മുടെ തോമസ് ലീഹ മരിച്ചത്. അങ്ങനെ ഒടുവിൽ ക്രിസ്തുവിന് വേണ്ടി തന്നെ തോമസ് ലീഹ മരിച്ചു അല്ലേ വല്യമ്മച്ചി? ഞാൻ എന്തായാലും മലയാറ്റി മല കയറാൻ തീരുമാനിച്ചു. ഇത്രയും ദൂരം വന്ന് നമുക്ക് ഈശോയുടെ മാർഗം കാണിച്ചു തന്ന നമ്മുടെ തോമസ് ലീഹ ഒരു ഹീറോ തന്നെ. ഇപ്പോഴെങ്കിലും നീ ഇത് സമ്മതിച്ചല്ലോ. അത് പിന്നെ ഡാഡി, സോറി. ജോയൽ, വെരി ഗുഡ്. എന്നാ പിന്നെ നിങ്ങൾ പോയി കളിച്ചു.